ഹായ് ഓൾ, വെൽക്കം ബാക്ക്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നതാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ്. ഓക്കെ, അപ്പോൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടായിരുന്നു. അതിൻ്റെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പാസിംഗ് ആണ്, ബോട്ടം ഓഫ് പാസിംഗ് ആണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്, ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ്. ഇതിൻ്റെ ആ പേരിൽ തന്നെ ഉണ്ട് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഓപ്പറേറ്ററിൻ്റെ പ്രിസിഡൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പാസിംഗ് നടത്തുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് എന്ന് പറയുന്നത് ഒരു ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് മെത്തേഡാണ്. ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് ആണല്ലോ നമ്മുടെ ബോട്ടം ഓഫ് പാസിംഗിന്റെ ബേസിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ വേറൊരു കാര്യം, നമ്മൾ ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗിനെ കുറിച്ച് പറയുമ്പോൾ അവിടെ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമുണ്ട്, അതാണ് ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുന്ന ഒരു സാധനം. ഓക്കെ, അപ്പം ഓപ്പറേറ്റർ ഗ്രാമർ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ ഓപ്പറേറ്റർ ഗ്രാമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ നമ്മൾ ഓപ്പറേറ്റർ ഗ്രാമറിനെ കുറിച്ചാണ് പറയുന്നത്. ഓപ്പറേറ്റർ ഗ്രാമറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ ഗ്രാമറിന് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ആദ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്സലോൺ പ്രൊഡക്ഷൻ ഇല്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഓപ്പറേറ്റർ ഗ്രാമറിന് എപ്സലോൺ പ്രൊഡക്ഷൻസ് വരത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് രണ്ട് നോൺ ടെർമിനൽസ് ഒരിക്കലും അഡ്ജസന്റ് ആയിട്ട് വരത്തില്ല. അതാണ് രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത്. അപ്പം അവിടെ എപ്സലോൺ പ്രൊഡക്ഷനും ഇല്ല. ഓപ്പറേറ്റർ ഗ്രാമർ ആണെങ്കിൽ അവിടെ എപ്സലോൺ പ്രൊഡക്ഷനും കാണത്തില്ല. പിന്നെന്താണ്, രണ്ട് നോൺ ടെർമിനൽസ് അടുപ്പിച്ച് വരത്തില്ല. അതായത് രണ്ട് നോൺ ടെർമിനൽ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് അല്ലെ, അത് രണ്ടെണ്ണം ഒരിക്കലും അടുപ്പിച്ച് വരത്തില്ല. അതിനിടയിൽ എന്തെങ്കിലും ഒരു ടെർമിനൽ സിമ്പിൾ വരും. ഓക്കെ, അങ്ങനെ വരുന്ന ഗ്രാമറിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ ഇതൊരു ഓപ്പറേറ്റർ ഗ്രാമർ ആണ്. നോക്കിയേ, നമ്മൾ ഇ ടെൻസ് ടു, ആദ്യത്തെ പ്രൊഡക്ഷൻ എന്താ, ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ എന്നാണ് അല്ലെ. അപ്പം നമ്മുടെ രണ്ട് നോൺ ടെർമിനലാണ്, അതിനിടയിൽ ഒരു ടെർമിനൽ വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കിയേ ഇ മൈനസ് ഇ എന്നാണ്. അപ്പൊ രണ്ട് നോൺ ടെർമിനൽ ഇടയിൽ ഒരു ടെർമിനൽ സിമ്പിൾ വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ടെർമിനലാണ്. എന്താണ് ഇത്, ടെർമിനലിന് നോൺ ടെർമിനൽ. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, ഈ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് ഓപ്പറേറ്റർ ഗ്രാമർ ആണ്. ഓക്കെ, അപ്പം ഓപ്പറേറ്റർ ഗ്രാമറിനെ എങ്ങനെ തിരിച്ചറിയാം, ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ഇവിടെ എപ്സലോൺ പ്രൊഡക്ഷൻ ഇല്ല, എപ്സലോൺ പ്രൊഡക്ഷനും ഉണ്ടാകാൻ പാടില്ല. പിന്നെന്താണ്, രണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടുപ്പിച്ച് വരാനും പാടില്ല. ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റൽ ലെറ്റർ ആണല്ലോ നമ്മുടെ നോൺ ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് നോൺ ടെർമിനൽസ് അടുപ്പിച്ച് വരാൻ പാടില്ല, ഇടയിൽ ഒരു ടെർമിനൽ സിമ്പിൾ മസ്റ്റ് ആയിട്ടും വേണം. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്നതാണ് ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറയുന്നത്. ഇപ്പൊ വേറൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഒരു ഗ്രാമർ എഴുതാം. ഇ ടെൻസ് ടു EAE or ID and A tends to plus or മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ. ഓക്കെ, ഇതൊരു ഗ്രാമറാണ്. പക്ഷെ ഈ ഒരു ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, ഇത് ഓപ്പറേറ്റർ ഗ്രാമർ അല്ല. കാരണം നിങ്ങൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം EAE വന്നിട്ടുണ്ട് അല്ലേ. അതായത് ഇവിടെ എന്താണ്, ഇവിടെ രണ്ട് നോൺ ടെർമിനൽസ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. രണ്ട് നോൺ ടെർമിനൽസ് ഒരിക്കലും അടുപ്പിച്ച് വരാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. ഇയും എയും ഇയും എല്ലാം എന്താണ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇതിങ്ങനെ അടുപ്പിച്ച് വരാൻ പാടില്ല, ഇതിനിടയിൽ ഒരു ടെർമിനൽ സിമ്പിൾ വേണം. അപ്പൊ ഇതിനെ നമുക്ക് ഓപ്പറേറ്റർ ഗ്രാമർ ആയിട്ട് എങ്ങനെ മാറ്റി എഴുതാൻ പറ്റും? ഇപ്പൊ ഇതേ ഗ്രാമറിനെ തന്നെ നമുക്ക് ഓപ്പറേറ്റർ ഗ്രാമർ ആയിട്ട് എഴുതാം അല്ലെ. ഇ ടെൻസ് ടു ഈ എക്ക് വരഞ്ഞ് എനിക്ക് പ്ലസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം ഇവിടെ സിമ്പിൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ പ്ലസ് ഇടുവാണെങ്കിൽ എനിക്ക് ഇ പ്ലസ് ഇന്ന് കിട്ടും അല്ലെ. ഇനി ഞാൻ പ്ലസിന് പകരം ഞാൻ മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഇട്ട് എനിക്ക് എന്ത് കിട്ടും, ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ എന്ന് കിട്ടും. ഇ ഇൻറ്റു ഇ എന്ന് എഴുതാം അല്ലെ. ഇനി എന്താ, നമുക്ക് ഇ ടെൻസ് ടു ഐ ഡി ഓൾറെഡി ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ഇ ടെൻസ് ടു ഐ ഡി. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത് എന്താ, ഇത് ഓപ്പറേറ്റർ ഗ്രാമർ ആണ്. ഓക്കെ, അപ്പൊ ഈ ആദ്യം ഞാൻ കാണിച്ച ഇത് ഓപ്പറേറ്റർ ഗ്രാമർ അല്ല, പക്ഷെ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇത് നമ്മുടെ ഓപ്പറേറ്റർ ഗ്രാമർ ആണ്. അപ്പൊ ഇത് നോക്കിയാൽ എന്താ, രണ്ട് നോൺ ടെർമിനൽ ഇടയിൽ ഒരു ടെർമിനൽ സിമ്പിൾ വരുന്നുണ്ട് അല്ലെ. പ്ലസ് എന്നുള്ളതാണ് ഇവിടുത്തെ ടെർമിനൽ സിമ്പിൾ. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ടെർമിനൽ സിമ്പിൾ. അപ്പൊ ഒരിക്കലും രണ്ട് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അടുപ്പിച്ച് വരുന്നില്ല അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ ഗ്രാമർ എന്ന് പറഞ്ഞത്. ഓപ്പറേറ്റർ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗിൽ നമുക്ക് അവിടെ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് റിലേഷൻ ടേബിൾ എന്ന് പറയും. ഓക്കെ, അപ്പം ഈ പാസിംഗ് ടേബിൾ, അതായത് നമ്മുടെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസർ യൂസ് ചെയ്യുന്ന പാസിംഗ് ടേബിൾ ആണ് ഈ പറയുന്ന ഓപ്പറേറ്റർ പ്രിസിഡൻസ് റിലേഷൻ ടേബിൾ എന്ന് പറയുന്നത്. അതെന്താണ്, അതൊരു പാഴ്സിംഗ് ടേബിൾ ആണ്. എന്ത് പാഴ്സിംഗ് ടേബിൾ ആണ്? ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസർ യൂസ് ചെയ്യുന്ന പാസിംഗ് ടേബിളിന്റെ പേരാണ് ഓപ്പറേറ്റർ പ്രിസിഡൻസ് റിലേഷൻസ് ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. അപ്പൊ 3 പ്രസിഡൻസ് റൂൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രസിഡൻസ് റൂൾ ആണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പം എയും ബിയും രണ്ട് ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കുക. എയും ബിയും നമുക്ക് രണ്ട് ഓപ്പറേറ്റർ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. എ ആൻഡ് ബി ആർ ടു ഓപ്പറേറ്റേഴ്സ്. ഓക്കെ,
അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കേട്ടോ, ഈ ഒരു ഇതാണ് വരുന്നത്. അതായത് എ ലെസ് ദാൻ ബി എന്നാണെങ്കിൽ എന്താ, എയ്ക്ക് ആയിരിക്കും ഹയർ പ്രയോറിറ്റി വരുന്നത്, ബിക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും, ലോവർ പ്രിസിഡൻസ് ആയിരിക്കും അല്ലെ. അപ്പം അപ്പൊ ബി എ അപ്പം ഇൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണെങ്കിൽ എന്താ, എയ്ക്ക് ആയിരിക്കും എന്ത് ഹയർ പ്രിസിഡൻസ് വരുന്നത് അല്ലെ. എയ്ക്ക് ഹയർ പ്രിസിഡൻസ് വരും, ബിക്ക് എന്ന് പറയുന്നത് എന്താണ്, ലോവർ പ്രിസിഡൻസ് വരും. ഇനി ഈക്വൽ ടു ആണെങ്കിൽ എന്താ, സെയിം പ്രിസിഡൻസ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ എ ലെസ് ദാൻ ബി, എ ഗ്രേറ്റർ ദാൻ ബി, എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ ഈ മൂന്ന്. അപ്പൊ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എയ്ക്ക് ലോവർ പ്രിസിഡൻസ് ആയിരിക്കും വരുന്നത്, എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എന്താ, എയ്ക്ക് ഹയർ പ്രിസിഡൻസ് ആയിരിക്കും വരുന്നത്. ഇനി ഈക്വൽ ടു ആണെങ്കിൽ എന്താണ്, എയ്ക്ക് വരുന്ന എയും ബിക്കും എന്താണ്, സെയിം പ്രിസിഡൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതാണ് പ്രിസിഡൻസ് റൂൾ എന്ന് പറയുന്നത്. മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രിസിഡൻസ് റൂൾ ആണിത്, അത് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ സിമ്പിൾ ഒന്ന് ഓർത്ത് വെക്കുക എങ്ങനെയാണെന്ന് ഇടുന്നെന്നുള്ളത്. ഒരു ലെസ് ദാനും ഒരു ഡോട്ട് സിമ്പിളും ഉണ്ട്, ഇവിടെ ഗ്രേറ്റർ ദാൻ ഒരു ഡോട്ട് സിമ്പിൾ, ഈക്വൽ ടു ഒരു ഡോട്ട് സിമ്പിളും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രിസിഡൻസ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസറിന്റെ കമ്പോണന്റ്, മെയിൻ ആയിട്ട് വരുന്ന കമ്പോണന്റ്. ഇത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസറിന്റെ തന്നെയാണല്ലോ. ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് എന്ന് പറയുന്നത് ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗ് മെത്തേഡ് തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ, നമുക്കൊരു ഇൻപുട്ട് ബഫർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്റ്റാക്ക് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഷിഫ്റ്റ് റെഡ്യൂസ് പാസിംഗിനകത്ത് പറഞ്ഞില്ലേ എങ്ങനെയാ ചെയ്യുന്നുള്ളത്, അതേ സംഭവം തന്നെ. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മുടെ എ പ്ലസ് ബി എന്നുള്ളതാണ് നമ്മുടെ ഇൻപുട്ട് സിമ്പിൾ. ലാസ്റ്റ് എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ചെയ്യണം, ഡോളർ സിമ്പിളിനെ നമ്മൾ ആഡ് ചെയ്യണം അല്ലെ. അതായത് ഇൻപുട്ട് ടെർമിനേറ്റ് ചെയ്തു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഡോളർ സിമ്പിൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. സ്റ്റാക്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റാക്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡോളർ സിമ്പിൾ ആഡ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സിമ്പിൾസിനെ നമ്മൾ പുഷ് ചെയ്ത് കൊടുത്ത് എന്ത് ചെയ്യുക, പുഷ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റർ പ്രിസിഡൻസ് ഇവിടെ ആക്ച്വലി എന്താ, ഇവിടെ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസിംഗ് പ്രോഗ്രാം ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ പാസിംഗ് ടേബിൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഓപ്പറേറ്റർ പ്രിസിഡൻസിന്റെ ഒരു പാസ് ടേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് ബേസ് ചെയ്തിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ശരിക്കും കമ്പോണൻസ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ബഫർ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാസിംഗ് പ്രോഗ്രാം ഉണ്ട്, പാസ് ടേബിൾ ഉണ്ട്, ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസ് ടേബിൾ ഉണ്ട്, പിന്നെ ഒരു സ്റ്റാക്കും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്, ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസറിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത്. ഇനി ഇത് നോക്കിയാൽ നമുക്ക് ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസർ ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ളത് നോക്കാം. ഈ ഓപ്പറേറ്റർ പ്രിസിഡൻസ് പാസർ ടേബിളിനെയാണ് നമ്മൾ ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ എന്ന് പറയും. രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, രണ്ടും സംഭവം ഒന്ന് തന്നെയാണ്. നമുക്ക് തന്നിട്ടുള്ള നമ്മുടെ ഗ്രാമർ റൂൾസ് ആണിത്. ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ ഐ ഡി. ഓക്കെ, ഇനി സ്ട്രിങ് ഇതാണ് നമ്മുടെ സ്ട്രിങ്, ഐ ഡി പ്ലസ് ഐ ഡി ഇൻറ്റു ഐ ഡി ഡോളർ. ലാസ്റ്റ് നമ്മൾ ഡോളർ ആഡ് ചെയ്യുമല്ലോ. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, അപ്പൊ ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും എന്ത് ചെയ്യുക, നമ്മുടെ എല്ലാ ടെർമിനൽ സിമ്പിളിനെ നമ്മൾ എഴുതും. ഓക്കെ, അപ്പൊ ഐ ഡിയും പ്ലസും, ഐ ഡി ഉണ്ട് നമുക്കിവിടെ, നമ്മുടെ സ്ട്രിങ്ങിനകത്ത് എന്തൊക്കെയുണ്ട്, ഐ ഡി ഉണ്ട്, പ്ലസ് ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ഉണ്ട്, ഡോളർ ഉണ്ട്. ഡോളർ നമ്മൾ മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഓക്കെ, അതേ തന്നെയാണ് ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫുൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് സൈഡിലും ടോപ്പിലും സെയിം കാര്യമാണ് നമ്മൾ എഴുതുന്നത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുക, പ്രിസിഡൻസ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി ഫസ്റ്റ് കേസിൽ ഐ ഡിയും കൂടെ, ഈ ഐ ഡിയും കൂടെ കമ്പയർ ചെയ്യുക. ഐ ഡിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ പ്രിസിഡൻസ് എങ്ങനെയാണ്, ഇവിടെ പ്രിസിഡൻസ് നമ്മൾ ഒരിക്കലും ഐ ഡി ഒരിക്കലും നമ്മൾ കമ്പയർ ചെയ്യത്തില്ല. ഓക്കെ, അപ്പം ഇത് കമ്പയർ ചെയ്യാറില്ല. അപ്പൊ എന്താണ്, അവിടെ പ്രിസിഡൻസ് ഇല്ല എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡി എപ്പോഴും വലുതായിരിക്കും, ഡോളർ എപ്പോഴും ചെറുതായിരിക്കും. അത് ഓർത്തിരിക്കണം. ഐ ഡി എപ്പോഴും എന്താണ്, വലുതായിരിക്കും, ഡോളർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ചെറുതായിരിക്കും. ഇനി നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന ഐ ഡിയും പ്ലസും ആണ്. ഐ ഡിയും പ്ലസും കൂടെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് എന്താ, ഞാൻ പറഞ്ഞു ഐ ഡി എപ്പോഴും വലുതായിരിക്കും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്ത് വരും, ഇവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ, ഐ ഡി ആണ് വലുത് വരുന്നത്. സോ ഗ്രേറ്റർ ദാൻ പിന്നെ ഒരു ഡോട്ട്. ഓക്കെ, ഇനി ഐ ഡിയും മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളും കൂടെ ആണെങ്കിലോ, ഐ ഡി മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളും കൂടെ ആണെങ്കിൽ ഇത് വരുന്നത് എന്താണ്, വലുതെന്താണ്, ഐ ഡി തന്നെയാണ് അല്ലെ. അപ്പം ഓർക്കുക, ഐ ഡി എന്ന് പറയുന്നത് ഏറ്റവും ഹൈ ആയിരിക്കും. ഇനി ഐ ഡിയും ഡോളറും ആണെങ്കിൽ എന്താണ്, അതും ഐ ഡി തന്നെ ആയിരിക്കും വലുത്. അപ്പൊ നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇങ്ങനെയാണ് ഇടുന്നത്. ഓക്കെ, അപ്പം ഐ ഡി വേറെ എന്തുമായിട്ട് കമ്പയർ ചെയ്താലും ഐ ഡി ആയിരിക്കും ഹയർ പ്രിസിഡൻസ് വരുന്നത്. മനസ്സിലായില്ലേ? ഇനി നെക്സ്റ്റ് നോക്കിയേ, പ്ലസും ഐ ഡിയും കൂടെ. ഇനി ഈ പ്ലസും നമ്മുടെ ഐ ഡിയും കൂടെ കമ്പയർ ചെയ്യുക. അപ്പൊ എന്താണ്, ഐ ഡി തന്നെയാണ് ഹയർ അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് ലെഫ്റ്റിലോട്ട് വരും, ഐ ഡി ആണ് ഹയർ, ലെഫ്റ്റിലോട്ട്. ഇനി പ്ലസും കൂടെ, പ്ലസും ആണെങ്കിൽ നമ്മൾ എന്താ, സെയിം തമ്മിൽ വരുവാണെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് കൊടുക്കുന്നത്, ഗ്രേറ്റർ ദാൻ. ഓക്കെ, കാരണം ഈ പ്ലസ് ഗ്രേറ്റർ ദാൻ പ്ലസ് എന്നല്ല അതിന്റെ മീനിങ്. ഈ പ്ലസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അസോസിയേറ്റീവ് അല്ലേ. അതായത് പ്ലസും വരുമ്പോൾ ഏത് പ്ലസ് ആണ് ആദ്യം ലെഫ്റ്റിൽ വന്നത് അതാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അതായത് പ്ലസും വരുമ്പോഴത്തേക്കിനും ലെഫ്റ്റിൽ മുതലാണ്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുക. അപ്പൊ ലെഫ്റ്റിൽ കിടക്കുന്ന പ്ലസ് ആദ്യം ചെയ്തിട്ടാണ് റൈറ്റിലേക്ക് വരുന്ന പ്ലസ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മളിവിടെ രണ്ട് സെയിം സിമ്പിൾ വരുമ്പോഴത്തേനും നമ്മളിങ്ങനെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ആണ് കൊടുക്കുന്നത്.
അത് ഓർത്തിരിക്കുക. ഇനി പ്ലസും മൾട്ടിപ്ലിക്കേഷനും കൂടെ വരുമ്പോഴത്തേക്കിനും എന്താണ് വരുന്നത്? ഏതിനാ ഹയർ പ്രസിഡൻസ്? മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ് അല്ലെ? അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്കിനും മൾട്ടിപ്ലിക്കേഷൻ, അപ്പോൾ ഇവിടെ നമ്മൾ ലെസ് ദാൻ സിമ്പിൾ ആണ് പ്ലസിന്റെ അവിടെ വരുന്നത്. പിന്നെ പ്ലസും ഡോളറും വരുമ്പോഴത്തേക്കിനും എന്താണ്? പ്ലസിനാണ് ഹയർ പ്രസിഡൻസ് അല്ലെ? കാരണം ഡോളർ ഏറ്റവും ചെറുതാന്ന് ഞാൻ പറഞ്ഞു, ഡോളറിന്റെ പ്രസിഡൻസ് ചെറുതാന്ന് പറഞ്ഞു. ഇനി നോക്കിയേ, ഈ മൾട്ടിപ്ലിക്കേഷനും ഐഡിയും കൂടെ നോക്കിയേ, മൾട്ടിപ്ലിക്കേഷനും ഐഡിയും കൂടെ വരുമ്പോഴത്തേക്കിനും ആരാണ് വലുത്? ഐ ഡി ആണ് വലുത്. നമ്മൾ പറഞ്ഞു ഐ ഡി ഏറ്റവും വലുതാന്ന് പറഞ്ഞു അല്ലേ? അപ്പൊ ഐ ഡി ഏറ്റവും വലുതാണ്, മൾട്ടിപ്ലിക്കേഷൻ ചെറുതാണ്. ഇനി മൾട്ടിപ്ലിക്കേഷനും പ്ലസും കൂടെ വരുമ്പോഴത്തേക്കിനും ആരാണ്? മൾട്ടിപ്ലിക്കേഷൻ തന്നെയല്ലേ വലുത്. അപ്പം എന്ത് വരും? ഇങ്ങോട്ട് തിരിച്ചു വരും. ഓക്കെ. ഇനി ഈ മൾട്ടിപ്ലിക്കേഷനും കൂടെ വരുമ്പോൾ രണ്ടും സെയിം സിമ്പിൾ ആണെങ്കിൽ എന്താ? ഹയർ പ്രസിഡൻസ് എന്ന് ഞാൻ പറഞ്ഞു, ഗ്രേറ്റർ ദാൻ കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലെ? രണ്ട് സെയിം ആണെങ്കിൽ. ഇനി മൾട്ടിപ്ലിക്കേഷനും ഡോളറും കൂടെ വരുന്നെങ്കിലോ? ഡോളറിന് ചെറുതാന്ന് പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും വലുതെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് വരും? ഇങ്ങനെ വരും, ഗ്രേറ്റർ ദാൻ ഇങ്ങനെ വരും അല്ലെ? ഇനി നെക്സ്റ്റ് നോക്കിയേ, ഡോളറും ഐ ഡിയും കൂടെ ആണെങ്കിൽ ഐ ഡി ആയിരിക്കും വലുത്. നമ്മൾ പറഞ്ഞു, ഞാൻ എപ്പോഴും പറഞ്ഞു ഐ ഡി എന്ന് പറയുന്നത് ഹയർ പ്രസിഡൻസ് ആണ്, ഐ ഡി ആണ് ഏറ്റവും വലുത്. അപ്പൊ ലെസ് ദാൻ വരും. ഇനി ഡോളറും പ്ലസും കൂടെ ആണ് വരുന്നെങ്കിൽ എന്താ? പ്ലസ് ആയിരിക്കും വലുതെന്ന് പറയുന്നത് അല്ലെ? അതായത് ഡോളറിന്റെ കേസ് എന്ന് പറഞ്ഞാൽ ഡോളർ എപ്പോഴും ചെറുതാണ്, അത് ഓർത്തിരിക്കുക. ഐ ഡി എപ്പോഴും വലുതാണ്, അത് ഓർത്തിരിക്കുക. ഇനി ഡോളറും മൾട്ടിപ്ലിക്കേഷൻ സിമ്പിളും കൂടെ വരുന്നെങ്കിൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ ആയിരിക്കും വലുത് അല്ലെ? ഓക്കെ. അപ്പൊ ഡോളർ ചെറുതാണ്, അതാണ് ലെസ് ദാൻ ഇട്ടത്. ഇനി ഡോളറും കൂടെ വരുവാണെങ്കിൽ ഡോളറും നമ്മൾ കമ്പയർ ചെയ്യത്തില്ല. ഓക്കെ. കാരണം അത് ഡോളറും വരുവാണെങ്കിൽ അതിന്റെ മീനിങ് എന്താ? അക്സെപ്റ്റ് ചെയ്യാവുന്നുള്ളതല്ലേ? അപ്പൊ അതിന്റെ കമ്പാരിസൺ നമുക്ക് ആവശ്യമില്ല അല്ലെ? സ്റ്റാക്കിനകത്ത് ഡോളറും ഇൻപുട്ടിൽ ഡോളറും ലാസ്റ്റ് വരുവാണെങ്കിൽ എന്താ? അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെ? നമ്മൾ ആ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് അല്ലെ? അപ്പൊ അത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യാറില്ല. അപ്പൊ ഡോളർ കമ്പാരിസൺ വരില്ല. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് ടേബിൾ എന്ന് പറഞ്ഞ പാസ് ടേബിൾ. അപ്പൊ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട്, ഐ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഐ ഡി എന്ന് പറയുന്നത് എപ്പോഴും വലുതായിരിക്കും. ഐ ഡി എപ്പോഴും ഹയർ ആയിരിക്കും, ഹയസ്റ്റ് വൺ ആയിരിക്കും. ഇനി ഡോളർ എപ്പോഴും എന്തായിരിക്കും? ലോവസ്റ്റ് ആയിരിക്കും. ഇനി എന്താണ്? ഡോളറും വന്നു കഴിഞ്ഞാൽ, അതായത് ഡോളറും വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അതിനെ കമ്പയർ ചെയ്യത്തില്ല. ഐ ഡിയും വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കമ്പയർ ചെയ്യത്തില്ല, നില്ലായിരിക്കും അല്ലെ? ഇത് രണ്ടും എന്താണ്? നില്ലായിരിക്കും, നില്ല്. ഇനിയും പിന്നെ നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ എന്താണ്? സെയിം ചിഹ്നം വരുവാണെങ്കിൽ, അതായത് പ്ലസും ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ ഗ്രേറ്റർ ദാൻ ആയിരിക്കും കൊടുക്കുന്നത്. അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനും വരുവാണെങ്കിൽ ഗ്രേറ്റ്. കാരണം ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ്. ലെഫ്റ്റ് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലസ് വരുവാണെങ്കിൽ ആദ്യം കിടക്കുന്ന ലെഫ്റ്റിൽ കിടക്കുന്ന പ്ലസ് ചെയ്തിട്ടാണ് റൈറ്റിൽ കിടക്കുന്ന പ്ലസ് നമ്മൾ ചെയ്യുന്നത് അല്ലെ? അപ്പൊ ലെഫ്റ്റ് അസോസിയേറ്റീവ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഗ്രേറ്റർ ദാൻ സിമ്പിൾ നമ്മളിവിടെ കൊടുക്കുന്നത്. ഓക്കെ. ഇനി ഈക്വൽ ടു വരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈക്വൽ ടു എന്നുള്ള ഈ ഒരു സിമ്പിൾ നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാസ് ടേബിൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പറേറ്റർ റിലേഷൻ ടേബിൾ എന്ന് പറയുന്ന സാധനം. ഓക്കെ. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഓപ്പറേറ്റർ പ്രസിഡൻസ് പാഴ്സിംഗ് എന്ന് പറയുന്ന സംഭവം ചെയ്യുന്നത്. അപ്പൊ ഈ ടേബിൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. അപ്പൊ ഇത്രയും റൂൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യം നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.